ഇപ്പോ പാർവതി എപ്പോഴും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനായിട്ട് എപ്പോഴും അവിടെ അവിടെ യു ആർ വെരി മച്ച് ബോൾഡ് ഇനഫ് ടു അഡ്രസ് അങ്ങനത്തെ ഒരു ഇഷ്യൂസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാലോ അങ്ങനെയൊക്കെ എപ്പോഴും ഓപ്പൺ അപ്പ് ചെയ്യാറുണ്ട് ആൻഡ് യു ഹാവ് ദാറ്റ് ആ ഒരു എന്താ പറയാ മോർ കറേജോ യു ആർ ബ്രേവ് ഇനഫ് അല്ലേ എന്തെങ്കിലും സൊസൈറ്റിയിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും ആരെയും പേടിയില്ല പേടിക്കില്ല മറ്റുള്ളവരുന്നാലും എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ പറയും അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിൽ വെരി ബോൾഡ് ആണ് അതെങ്ങനെ പാർവതി ഇപ്പം അച്ഛനമ്മ ഞാൻ മനസ്സിലാക്കിയത്തോളം അവര് ലോയേഴ്സ് ആണ് അതുകൊണ്ട് ആ ചെറുപ്പം മുതലേ പാർവതി അങ്ങനെയാണോ അത്ര ബോൾഡ് ആയതുകൊണ്ടാണോ ഓർ ഈ or ഇപ്പം അല്ല ഇപ്പൊ ഈ നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസിലൂടെ നമ്മൾ വളരുന്നതനുസരിച്ച് നമ്മൾ ക്യാരക്ടറിൽ മാറുമല്ലോ അങ്ങനെ വന്ന മാറ്റമാണോ എങ്ങനെയാ അത് ഐ തിങ്ക് അച്ഛനമ്മ അവരുടെ പേരന്റിംഗിൽ ഒരുപാട് ക്രെഡിറ്റ് കൊടുക്കാനുണ്ട്. കാര്യം ചെറുപ്പം മുതലേ ചോദ്യങ്ങൾ ചോദിക്കാനോ എന്ത് തരത്തിലുള്ള ചോദ്യങ്ങൾ ഒരിക്കലും നമ്മൾ ഡിസ്കറേജ് ചെയ്തിട്ടില്ല എന്നെ ഏട്ടനെയും. എന്ത് ചെയ്യാൻ താല്പര്യം അത് ഒരുപക്ഷെ ഒരിക്കലും ആ ഒരു കൺട്രോളിങ് മെന്റാലിറ്റി ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഏത് ഡിറക്ഷനിലേക്ക് പോകണമെങ്കിലും അവൾക്ക് അതല്ല ഇഷ്ടം, നമുക്ക് അത് സപ്പോർട്ട് ചെയ്യാം എന്നുള്ളൊരു ഇതുണ്ട്. സോ അത് സ്നേഹത്തിൽ നിന്ന് വരുന്ന ഒരു സപ്പോർട്ടായിരുന്നു, അല്ലാതെ കൺട്രോളിങ് സപ്പോർട്ടോ അങ്ങനെയൊന്നും ആയിരുന്നില്ല. അതിലൊരിക്കലും ഒരു എനിക്ക് തോന്നുന്നു ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടും കൂടി ആയിരിക്കാം ചിലപ്പം ആ ഒരു എന്താ പറയുക ഒരു അണ്ടർലൈങ് പ്രഷർ ഉണ്ടല്ലോ, മറ്റേ ഒരു എഞ്ചിനീയറിംഗിന് പോകണു ഇവര് മറ്റേ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ലൈഫ് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട് വിച്ച് മെയ്ഡ് മീ തിങ്ക് ദാറ്റ് ഇഫ് ഐ അതായത് എനിക്ക് വേണ്ടി ഞാൻ ചെറുതായിരുന്ന സമയത്ത് എനിക്ക് ഉണ്ടാവേണ്ടിയിരുന്ന കുറച്ച് റോൾ മോഡൽസ് ഐ വുഡ് ഹാവ് ലൈക്ഡ് എന്നെ പോലത്തെ കുറച്ച് ആൾക്കാർ. I wish I had, you know, like I wish there were women who did openly talk like that. With substance nu parayum alle chela സ്ത്രീകളിൽ കണ്ടാൽ every woman is with substance exactly പക്ഷേ layers ഉണ്ടല്ലോ അവരുടെ മേളിൽ ഇരിക്കുന്ന സൊസൈറ്റൽ ലെയേഴ്സിന്റെ കട്ടി വലുതും ചെറുതും എന്നുള്ള. അതുകൊണ്ട് തന്നെ ഈവൻ മൈ ഐഡിയ ഓഫ് ബീങ് ബോൾഡ്, മൈ ഐഡിയ ഓഫ് ഓപ്പൺലി സ്പീക്കിംഗ് ഒക്കെ മാറിയിട്ടുണ്ട് ഓവർ ദ പീരിയഡ് ഓഫ് ടൈം. ബിക്കോസ് എസ്പെഷ്യലി കളക്റ്റീവ് ഒക്കെ വന്നതിന് ശേഷവും കുറേയും കൂടെ എന്താ ഇന്റർസെക്ഷണൽ ഫെമിനിസം എന്താണെന്നുള്ളതും എല്ലാവർക്കും വേണ്ടി ഞാൻ സംസാരിക്കാൻ പാടില്ല, അത് അവർ തന്നെ സംസാരിക്കണം, അതിന് ഞാൻ വഴിമാറി കൊടുക്കുകയാണ് വേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ പിന്നീടാണ് പഠിക്കുന്നത്. കാര്യം പ്രിവിലേജ് എന്നുള്ളത് എന്താണെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്നത് ഒരുപാട് ലേറ്റ് ആയിട്ടാണ്. പക്ഷെ when you know better, do better എന്നുള്ളതാണ്, instead of just sticking to your ego or whatever. So ഇനിയിപ്പം പുതിയ പുതിയ രീതിയിൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, സിനിമകളിലൂടെയും ചെയ്തികളിലൂടെയും കൂടുതൽ ശ്രമിക്കുക. കുറെ ഒരു അതിനെല്ലാത്തിനൊരു സീസൺ ഉണ്ട് എന്നുള്ളതാ, സംസാരിക്കാനൊരു സീസൺ ഉണ്ട്, ചെയ്യാനൊരു സീസൺ ഉണ്ട്. സോ ഐ ഫീൽ ലൈക്ക് ഐ എം ഇൻ മൈ ഡൂയിങ് സീസൺ നൗ. സോ ഐ ഡോണ്ട് തിങ്ക് കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കിയ വിവാദങ്ങൾ അമ്മ സംഘടനയെ കൊണ്ടുചെന്ന് എത്തിച്ചത് തകർച്ചയുടെ വക്കിലാണ്. അമ്മ ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റും ഉൾപ്പെടെ ഭാരവാഹികൾ നേതൃസ്ഥാനം ഒഴിഞ്ഞു. വിവാദങ്ങളിൽ മറുപടി പോലും പറയാതെയാണ് നേതൃത്വം ഒഴിഞ്ഞത്. ഇതിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിച്ചത് നടി പാർവതി തിരുവോത്തും മറ്റ് WCC അംഗങ്ങളുമാണ്. മാധ്യമങ്ങൾ ഒന്നടങ്കം അമ്മ സംഘടനയ്ക്കെതിരെ തിരിഞ്ഞു. തകർച്ചയിൽ നിന്നും തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണ് സംഘടന. പ്രതിച്ഛായ തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോഴിതാ അമ്മ സംഘടനയെക്കുറിച്ച് പാർവതി തിരുവോത്തും സുരേഷ് ഗോപിയും നടത്തിയ പരാമർശങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഇമ്പോർട്ടന്റ് ആക്ച്വലി. കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നൊരു നടി എന്ന രീതിയിലും പേഴ്സൺ എന്നുള്ള രീതിയിലും എനിക്ക് എൻ്റെ തന്നെ ജഡ്ജ്മെന്റിനെ ചോദ്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതായത് മേ ബി യു ആർ നോട്ട് ഓൾവേസ് റൈറ്റ് എന്ന്. അതായത് ക്രിസ്റ്റോ ആദ്യം എന്നെ കാണാൻ വന്നത് 2018-ലാണ്. സോ അത് തന്നെ ഇപ്പൊ 6 വർഷമായി കഴിഞ്ഞു, റൈറ്റ്? ലൈക്ക് സോ ആദ്യം വന്നപ്പം എനിക്ക് സ്ക്രിപ്റ്റ് നല്ല ഇഷ്ടമായി, ഐ റിയലി ലൈക്ഡ് ഇറ്റ്. പക്ഷെ എനിക്ക് തോന്നി എനിക്ക് ഇത് എന്നെ കൊണ്ട് എടുത്താൽ പൊങ്ങില്ല എന്ന്. ആണോ? അങ്ങനെ തോന്നി എനിക്ക്. അതെന്റെ ഇമ്മീഡിയറ്റ് ഇൻറ്റ്യൂട്ടീവ് ഇതായിരുന്നു കേട്ടോ. അത് ഞാൻ ഒരുപാട് പാർവതിക്ക് അങ്ങനെ തോന്നിയെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പേടിയുള്ള ആളാണത്. എനിക്ക് നല്ല പേടിയുണ്ട് പാർവതിനെ പോർട്രേ ചെയ്യുന്ന രീതി എല്ലാവർക്കും ഭയങ്കര. യെസ്, പക്ഷെ ഇറ്റ്സ് വെരി ടെല്ലിങ്. ഈ സിനിമ കാണുമ്പോൾ ഹോപ്പ്ഫുള്ളി യു വിൽ നോ. പക്ഷെ ഈ സിനിമ അഭിനയിക്കുമ്പോൾ എനിക്ക് പിന്നെ അത് മനസ്സിലായതാ നിനക്കന്ന് തോന്നിയത് കറക്റ്റ് ആയിരുന്നു എന്ന് എല്ലാ ദിവസവും എനിക്ക് തോന്നി. അധികം സംസാരിക്കാതെ അഭിനയത്തിലൂടെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ആവശ്യമില്ല, നല്ല സംസാരവും ഇറ്റ്സ് എ വെരി നോർമൽ ഫിലിം. അത് ഇങ്ങനെ ഞാൻ പറയുമ്പോൾ വിചാരിക്കും എന്തോ ഭയങ്കര നിഗൂഢമായ ഡാർക്ക് സ്ലോ ഇൻഡി അങ്ങനെയൊന്നും അല്ല. നല്ല ഫാസ്റ്റ് മൂവിങ് നല്ല സിനിമയാണ്. ഡോക്യുമെന്ററി ടൈപ്പ് ഒന്നുമല്ല, നോർമൽ വെരി നോർമൽ ഫിലിം, വെരി എൻഗേജിങ് കമേഴ്ഷ്യൽ ഫിലിം. പക്ഷെ ദ പ്രോബ്ലം ഇസ് ക്യാരക്ടറിന്റെ വൾണറബിലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, എനിക്ക് ആ പക്വത എത്തിയെന്ന് എനിക്ക് തോന്നിയില്ല, സത്യമായിട്ടും തോന്നിയില്ല. അപ്പൊ ഞാൻ 2-3 ചോദ്യങ്ങളൊക്കെ ക്രിസ്റ്റ്യനോട് ചോദിച്ചു. ആൻഡ് ഇങ്ങനെ തന്നെയാണ് ക്രിസ്റ്റ്യൻ സംസാരിക്കുന്നത്, ലൈക്ക് നമ്മളോട് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് കഥ പറയുന്നതും. സോ
ഐ ഹാവ് നോ റീസൺ ടു ഡൗട്ട് ക്രിസ്റ്റോ. എനിക്ക് ആ ഇന്റൻഷൻ മനസ്സിലായി. ആൻഡ് ഐ വാസ് ഓൾസോ കൈൻഡ് ഓഫ് സർപ്രൈസ്ഡ് ഹൗ ഡിഡ് ഹി റൈറ്റ് ദീസ് വിമൻ. Like I was also like, what? എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി ഇത് വായിച്ചു കഴിഞ്ഞപ്പോ. വാവ്, എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഞാൻ ഒന്നാമത് എനിക്കൊരു റീഡിംഗ് ഹാബിറ്റ് ഉള്ള ഒരാളല്ല, പക്ഷെ ഇത് വായിച്ചിട്ട് ഞാൻ ഇങ്ങനെ അതിലേക്ക് പോവാണ്, ഡീറ്റെയിലിംഗ് ബാക്കി അറിയാനായിട്ട്. ഭയങ്കര നല്ലൊരു. 2 years later when he contacted, ഒരു പ്രാവശ്യം കൂടെ ചെക്ക് ചെയ്തു. അപ്പൊ എനിക്കറിയില്ലേ വേറെ ഏതൊക്കെ വഴിയിലൂടെ പോയിട്ട്, ഞാൻ വിചാരിച്ചു ട്വിസ്റ്റ് ഉണ്ടാക്കുന്നുണ്ടാവും വേറെ ആരെങ്കിലും കാസ്റ്റ് ചെയ്തിട്ട്. പക്ഷെ വെൻ നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ഇതിൽ ഓൺ ബോർഡ് വന്നപ്പോൾ അത് എന്നെ ഇൻഫോം ചെയ്തു. സ്ക്രിപ്റ്റിൽ കുറച്ച് മാറ്റങ്ങളോ എന്തൊക്കെയോ കുറച്ചൊന്ന് ഒതുക്കിയിട്ടുണ്ട്, അതൊന്ന് വായിച്ച് നോക്കണോന്നൊന്ന് ചോദിച്ചു, ഇൻട്രസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു. ആൻഡ് മേ ബി അറ്റ് ദാറ്റ് പോയിന്റ് ഐ വാസ് റെഡി ഫോർ ഇറ്റ്. കഴിഞ്ഞ ദിവസം അമ്മ കുടുംബ സംഗമ വേദിയിൽ സുരേഷ് ഗോപി നടത്തിയ പരാമർശം പാർവതി തിരുവോത്തിനെതിരായാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന അഭിപ്രായം. അടുത്തിടെ നടന്ന WLF വേദിയിൽ പാർവതി സംഘടനയ്ക്കെതിരെ സംസാരിച്ചിരുന്നു. അമ്മ എന്ന സംഘടനയെ വിളിക്കണ്ട എന്നാണ് പാർവതി പറഞ്ഞത്. എപ്പോഴും ആ തിരുത്തൽ വേണ്ടി വരുന്നുണ്ട്. ഒരു കൂട്ടായ്മയെയും പരിഹസിക്കാൻ വേണ്ടിയല്ല, വലിയൊരു പഠനമായിരുന്നു എനിക്കത്. AMMA ആണ്, അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് അസോസിയേഷൻ ആണ്. ഒരു ക്ലബല്ല, ഒരു കുടുംബമല്ല, അസോസിയേഷനാണ്. ഓരോ തവണയും അസോസിയേഷനിൽ പോയി പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് വിട് പാർവതി, നമ്മളൊരു കുടുംബമല്ലേ എന്ന് പറയും. പഞ്ചായത്തിൽ പണ്ട് കണ്ടുവരുന്ന രീതിയിലുള്ള വോട്ടെടുപ്പുകളാണ്. ആരാണെന്ന് കൈപൊക്കി കാണിക്കും. ഒരു ഘട്ടം കഴിഞ്ഞ് പ്രഹസനമാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ സ്വാഭിമാനം കൊണ്ട് ഇറങ്ങാൻ തോന്നും. അതാണ് താൻ ചെയ്തതെന്നും പാർവതി പറയുന്നുണ്ട്. ഇതിന് മറുപടി എന്നോണമാണ് കഴിഞ്ഞ ദിവസം അമ്മ കുടുംബ സംഗമ വേദിയിൽ സുരേഷ് ഗോപി സംസാരിച്ചത്. അമ്മ എന്ന പേര് സംഘടനയ്ക്ക് നൽകിയത് സ്വർഗീയനായ മുരളിയാണ്, നമ്മുടെയൊക്കെ മുരളിച്ചേട്ടൻ. അതങ്ങനെ തന്നെ ഉച്ചരിക്കണം. പുറത്തു നിന്നുള്ള മുതലാളിമാർ പറയുന്നത് അനുസരിക്കില്ല. A കുത്ത് M കുത്ത് M കുത്ത് A എന്ന പേര് അവന്മാരുടെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി. ഞങ്ങൾക്ക് അമ്മയാണ് ഈ സംഘടനയെന്നും സുരേഷ് ഗോപി തുറന്നടിച്ചു. നേതൃത്വം തിരിച്ചു വരണമെന്നും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു. 6 മാസം മുൻപ് നമ്മളൊക്കെ ഹൃദയം കൊണ്ട് വോട്ട് ചാർത്തിയ സംഘം ഇവിടെ നിന്നും വെറും വാക്ക് പറഞ്ഞ് ഇറങ്ങിപ്പോയി എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. ആ സംഘം ഈ സംഘടനയെ ശക്തമായി മുന്നോട്ട് നയിക്കണം. വീഴ്ചയിൽ നിന്ന് തിരിച്ചു വന്ന് മറുപടി നൽകണം. ഇത് അപേക്ഷയായല്ല, ആജ്ഞയായി എടുക്കണമെന്നും സുരേഷ് ഗോപി തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. നേരത്തെ അമ്മയിൽ നിന്ന് രാജിവെച്ചതാണ് പാർവതി.